എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തുമമ്മി നമുക്ക് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ പിക്കിളാണ്. കാട്ടാമീത്ത ലൈം പിക്കിളാണ് നമുക്ക് നമ്മുടെ വസ്തുമമ്മി കാണിച്ചു തന്നിട്ടുള്ളത്. ഈ പിക്കിളിനെ പറ്റി എല്ലാവർക്കും അറിയാം. അതായത് എരിവും പുളിപ്പും മധുരവും ഒക്കെ കൂടി മിക്സ് ചെയ്ത ഒരു പിക്കിളാണ് കേട്ടോ. ഇത് മൂളി പൊറോട്ട, ആലു പൊറോട്ട, മേത്തി പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു പിക്കിളാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പിക്കിളാണ്. കാരണം ഒരുപാട് എരിവൊന്നും അതിനില്ലല്ലോ. അപ്പൊ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പിക്കിളാണ്. ഇനി ഇതിന്റെ കൂടെ മാത്രമല്ലാട്ടോ കഴിക്കാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ പിക്കിൾ എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വസ്തുമമ്മി ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് വേണ്ട നാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് ഇതുപോലെ ചെറിയ പീസുകളാക്കുക. അപ്പോൾ അതിൻ്റെ കുരു കളയാൻ മറക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് ഇട്ട് വയ്ക്കുക കേട്ടോ. രണ്ട് ദിവസം കൂടുമ്പോൾ ഇതൊന്ന് ഈ ബോട്ടിലൊന്ന് ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഒരു 15-20 ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ നാരങ്ങ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാരങ്ങയായിട്ട് കിട്ടും. ഇനി വേണ്ടത് ഈ മസാലക്കൂട്ടാണ്. ഈ മസാലക്കൂട്ട് നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ അളവുകൾ നമുക്ക് മാറ്റം വരുത്താം. എടുക്കുക, ഒരു കടായി വയ്ക്കുക, ആ കടായിലേക്ക് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഈ മസാല നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ എടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യുക. കരിക്കരുത്. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിൽ നമ്മൾ എണ്ണ ഒരു ഓയിലും ചേർക്കുന്നില്ല, പഞ്ചസാരയും ചേർക്കുന്നില്ല കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണേ. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിപ്പായിട്ട് പൊടിച്ചിട്ട് അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അളവുകൾക്ക് മാറ്റം വരുത്താം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. നല്ലൊരു ശർക്കര നോക്കി വാങ്ങിക്കണം. എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ശർക്കര മെൽറ്റായി കഴിഞ്ഞാൽ അതവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഇനി വേണ്ട മസാലക്കൂട്ട് ഈ കാണുന്നതാണ്. ഇതിൻ്റെയും അളവുകൾ നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. ആ ശർക്കരയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ, പിന്നെ ഈ കാണുന്ന മസാലകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഇതുപോലെ കയ്യിലൊന്ന് തിരുമിയിട്ടാൽ മതി കേട്ടോ. പൊടിക്കണമെന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ, അതും ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒരുപോലെ ഇളക്കുക കേട്ടോ. ഇത് ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക് എല്ലാറ്റിൻ്റെ കൂടി നന്നായിട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വളരെ ടേസ്റ്റിയാണ്. അളവുകൾക്ക് നമുക്ക് മാറ്റം വരുത്താം. ഓയിലില്ല, പഞ്ചസാരയില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള പിക്കിളാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഈ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. കാട്ടാമീത്ത നീമ്പൂക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മളുടെ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ പിക്കിൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.